വാപ്പച്ചി വന്നോ ഒരു തണ്ടി. ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. നീ എന്താ എപ്പോഴും ആന്ധ്രയ്ക്ക് വേണ്ടി കളിക്കുന്നെന്നായിരിക്കും. അതല്ല, നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ടീമിൽ കളിച്ചുകൂടെ എന്നാ അവര് ചോദിക്കുന്നത്. അതവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ ആരാ എൻ്റെ പുറകെ ഇങ്ങനെ വിസിലോതി വരാൻ വേണ്ടിയിട്ട്? ഡോണ്ട് പ്ലേ ഫുൾ വിത്ത് മീ മിസ്റ്റർ റെഫറി. അടുത്ത ജന്മത്തിലെങ്കിലും മെസ്സിയായിട്ട് ജനിക്കാനുള്ള പുണ്യം എനിക്കുണ്ടായാൽ മതിയായിരുന്നു. പാസ് തടാ കടയാടി ബേബി. അത് എന്താണെന്നറിയോ, ഒരു ഗോളിയുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അവൻ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ചാടുന്നത്. അതുകൊണ്ട് ഈ പെനാൽറ്റി കിക്ക് ഞാൻ തന്നെ എടുക്കാം. ഓളാ മഞ്ഞക്കാട് പൊക്കുമ്പോൾ ഉണ്ടല്ലോ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. മഞ്ഞക്കാട് മേടിച്ചിട്ട് അവൻ്റെ ഡയലോഗ് കണ്ടില്ലേ? കയറിപ്പടാ മെസ്സിയേട്ടൻ. എന്തുട്ടാ മെസ്സിയേട്ടൻ്റെ കിക്ക്? ഫൗള് കാണിച്ചാണ്ടല്ലോ റെഡ് കാർഡൊന്നും ഞാൻ തരത്തില്ല. ഇടിച്ചിന്റെ മൂക്കിൽ കൂടെ റെഡ് വരുത്തും. മര്യാദക്ക് കളിച്ചോണം. അങ്കമാലിക്കാരുടെ ഇടി നിനക്ക് അറിയാഞ്ഞിട്ടാണ്. മര്യാദക്ക് കളിക്കടാ. മോനെ, എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ടീം വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ കെമിയായിട്ട് എന്നെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാത്രം ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കുക കേട്ടോ. ആൻ്റണി, എൻ്റെ പുതിയ ജേഴ്സി ഇട്. ഞാൻ ഈ കണിക്കണ്ട എല്ലാ ടീമിലും കളിക്കുന്നുണ്ടേ. നിങ്ങളുടെ ടീമിലൂടെ കളിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ വേണേൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പ്രസ് കോൺഫറൻസ് വന്നിട്ട് സംസാരിക്കാം. അതാകുമ്പോൾ ടീമിനൊരു ഹൈപ്പ് കിട്ടുമല്ലോ. അല്ലാതെ ഇവനൊക്കെ കളിച്ചാൽ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്പാനെ ഇവിടെ ഓപ്പണാ, ഇങ്ങോട്ട് കൊടുക്ക്. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഒന്ന് ഓടടാ, ഇങ്ങോട്ട് ഓടാ. ചേട്ടാ, ഈ കളിയൊന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് ഹിമാലയം വരെ നടന്നു പോകാനുണ്ടായിരുന്നു. അതാ ഇപ്പം നടക്കാൻ തുടങ്ങിയാൽ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴെങ്കിലും എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ. പാസ് അടിക്കട്ടെടാ, ഗോളടിക്കട്ടെ. ചുമ്മാ പറഞ്ഞ് ഞാൻ ഗോളൊന്നും അടിക്കില്ല. പാസ്. എനിക്കല്ലേ പാസ് തരണ്ട, അവനാണോ പാസ് കൊടുക്കേണ്ടത്? എനിക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത്? എനിക്ക് കാണാൻ പറ്റിയതൊന്നും. ഹായ് ഓൾ, ദിസ് കോക്ക്. ഫുട്ബോൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ മാത്യൂസിൻ്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ചിൻ്റെ ഇടയ്ക്ക് ഒരു പാസ് കിട്ടാത്ത സമയത്ത് മാത്യൂസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. പഴയ ബ്രസീലിയൻ പ്ലെയേഴ്സായ റൊണാൾഡീഞ്ഞോ ഒക്കെയാണ് ഇതുപോലുള്ള പെർഫോമൻസുകൾ, ഒരു പാസ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലൊരു പെർഫോമൻസ് ആണ് മാത്യൂസ് കാണിച്ചത്. ടോപ്പ് നോച്ച്. അർജൻറ്റീനയുടെ അടുത്ത കളി എങ്ങനെയായിരിക്കും എന്നെനിക്കറിയാം. അതുപോലെ ബ്രസീൽ ടീമിൻ്റെ ഒരു ഫുൾ സ്ട്രാറ്റജി അവരുടെ കോച്ച് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പോർച്ചുഗൽ ടീമിൻ്റെ ഒരു അടുത്ത മത്സരത്തിൽ അവർ കളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലൈനപ്പിൻ്റെ ഒരു ഏകദേശ ധാരണ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ടീമും ഒരു 5 വർഷത്തിനുള്ളിൽ അതുപോലെയൊക്കെ ആവും. വേൾഡ് കപ്പിനെടുത്തൊരു ഫോട്ടോയെ പറ്റി ചോദിച്ചോട്ടെ? ചോദിക്കൂ. അല്ല, നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയ ഫോട്ടോയിൽ താങ്കളുടെ ഫോട്ടോ മിസ്സാണല്ലോ, എന്ത് പറ്റിയതാണ്? അതിനെ പറ്റിയാണോ? ലോകത്ത് എവിടെയാണെങ്കിലും ഓണമാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ടൈമിലായിരുന്നു ആ ഒരു മാച്ച് നടന്നത്. അപ്പം മാച്ചിൻ്റെ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് എത്താനുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാൻ കോച്ചിനോടും പ്ലേയേഴ്സിനോടൊക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തും കാല് പിടിച്ചിട്ടാണ് എനിക്ക് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കണം, അതുകൊണ്ട് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടുന്ന് അതിലേക്ക് പോയത്. അതുകൊണ്ടാണ് ആ ഫോട്ടോയിൽ ഞാനില്ലാത്തത്. തമിഴ്നാട്ടിലൊരു ഫംഗ്ഷനിൽ താങ്കളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ദീപാവലി ആഘോഷിക്കാൻ ചെന്നൈ പോയെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് ഓർമ്മയുടെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മാറിപ്പോയതാ. ശരിക്കും ഞാൻ ആക്ച്വലി സംക്രാന്തി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിലായിരുന്നു. അതാണ് കേട്ടോ സത്യം.